അങ്ങനെ ജിയോ ഫൈബറും കേരളത്തിൽ നിന്നും പടിയിറങ്ങുകയാണ് സുഹൃത്തുക്കളെ. പുതിയ കണക്ഷൻ ചോദിക്കുന്നവർക്ക് അവർ ജിയോ ഫൈബർ കണക്ഷൻ കൊടുക്കുന്നില്ല. പകരം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജിയോ എയർ ഫൈബർ ഉണ്ട്. ആ എയർ ഫൈബർ കണക്ഷൻ മാത്രമേ ഞങ്ങൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്നാണ് അവരിൽ നിന്നും അറിയാൻ സാധിച്ചത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജിയോ ഫൈബർ കണക്ഷനുകൾ മിക്കതും പോയിട്ടുള്ളത് ജിയോയുടെ കേബിളുകൾ വഴിയാണ്. ഒപ്റ്റിക്കൽ കേബിൾ വഴി നമ്മളെ റോഡിന്റെ സൈഡിൽ കൂടെ നമ്മളെ നോർമൽ, അതായത് ടിവിയുടെയൊക്കെ കേബിൾ കണക്ഷൻ പോകുന്ന കണക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പോളിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് ഒരു കണക്ഷൻ എടുത്തു തരുന്നു. നമ്മൾ അത് കൊണ്ടുവന്ന് മോഡത്തിൽ കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിനെല്ലാം ഒരു തിരിച്ചടിയാണ് ജിയോയ്ക്ക് കിട്ടിയിട്ടുള്ളത്. കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് പ്രവചനാതീതമാണ്. പെട്ടെന്നൊരു കാറ്റ്, പെട്ടെന്നൊരു മഴ, ഇടി, മിന്നൽ, ഇതൊക്കെ മതി ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണെങ്കിലും അതിന്റെ കണക്ഷൻസ് പോകാൻ. മിക്കപ്പോഴും ജിയോയുടെ പോളുകൾ മിക്ക സ്ഥലങ്ങളും വെച്ചിരിക്കുന്നതിനകത്ത് മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും വീട്ടിലേക്ക് വലിച്ചയക്കുന്ന ഒപ്റ്റിക്കൽ കേബിളിനകത്ത് മരങ്ങൾ വീഴുകയും കാറ്റത്ത് അത് പൊട്ടിപ്പോകാനും എല്ലാം ചാൻസ് ഉണ്ട്. അതിനാൽ തന്നെ ഇത്രത്തോളം ഈ ഒരു വേനൽക്കാലത്ത് പെയ്ത ഈ ഒരു ശക്തമായ കാലവർഷത്തിൽ തന്നെ ജിയോയ്ക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് കോടികളാണ് കേരളത്തിൽ. അതിനാൽ തന്നെ അവർ പുതിയൊരു തീരുമാനമെടുത്തു. അതായത് പുതിയതാർക്കും ഫൈബർ കണക്ഷൻ കൊടുക്കണ്ട, പകരം എല്ലാവർക്കും എയർ ഫൈബർ കണക്ഷൻ കൊടുത്തോളൂ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. രണ്ടും ഫൈബർ കണക്ഷൻസ് ഒക്കെ തന്നെ. മറ്റേതാണെങ്കിൽ ഒരു പോൾ ഇട്ട് അതിനകത്തുനിന്ന് കേബിൾ വലിച്ച് വരുന്ന കണക്ഷനാണ് ജിയോ ഫൈബർ. ജിയോ എയർ ഫൈബർ എന്ന് പറയുന്നത് ഡയറക്റ്റ് തന്നെ ജിയോയുടെ ടവറിൽ നിന്നും സിഗ്നൽ സ്വീകരിച്ച് നമ്മുടെ വീട്ടിലെ മോഡത്തിലേക്ക് വരുന്നു. അതിന് പുറത്തു നിന്നുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ഒരു കണക്ഷന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു റിസീവർ കാണും, ജസ്റ്റ് ഒരു ആന്റിന പോലത്തെ ഒരു സംഭവം, അത്രയും ഉള്ളൂ ജിയോ എയർ ഫൈബർ. അതിനകത്ത് നിന്ന് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമുക്ക് കിട്ടുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്തെന്നാൽ ഈ ഒരു എയർ ഫൈബർ കണക്ഷൻ ഇല്ലേ, അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു മാസം 1000 GB പെർ മന്ത് എന്നേ ഉള്ളൂ അതിന്റെ ലിമിറ്റ്. പിന്നെ ജിയോ ഫൈബറിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് ചാർജും കൂടുതലാണ്. അതിനാൽ തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായ ജിയോ ഫൈബർ കണക്ഷൻ പുതിയ ആർക്കും കൊടുക്കുന്നില്ല. പകരം എല്ലാവർക്കും എയർ ഫൈബർ കണക്ഷൻ മാത്രമേ ജിയോ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. ഒരു ഇരട്ടത്താപ്പ് നയം തന്നെയാണ്. എന്തായാലും മാക്സിമം നമുക്ക് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. പഴയ കണക്ഷൻ ഉണ്ടായിരുന്നവർക്ക് അടുത്തെല്ലാം അവർ പറയുകയാണ്, നിങ്ങൾക്ക് സർവീസ് റിക്വസ്റ്റ് കൊടുത്തോളൂ, കണക്ഷൻ മാറ്റിക്കോളൂ, പകരം എയർ ഫൈബർ കണക്ഷനിലോട്ട് പോയിക്കോളൂ. അവർക്കിപ്പോൾ ഒരു പുതിയ കണക്ഷന് വേണ്ടി ജിയോയിൽ അപ്ലൈ ചെയ്താലും ജിയോ ഫൈബറിന്റെ ലൊക്കേഷൻ നമ്മൾ അടിച്ചു കൊടുത്താലും അടുത്തുള്ള പോളുകൾ പോയിട്ടുണ്ടെങ്കിൽ പോലും അവർ പകരം അയക്കുന്ന സർവീസ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ എയർ ഫൈബർ കണക്ഷൻ എടുത്തോളൂ, അതാണ് നല്ലത് എന്നാണ് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് അവർ ഇതാകുമ്പോൾ പോളുകൾ ഒടിഞ്ഞു വീഴുന്നില്ല. കമ്പിക്കകത്ത്, അതായത് ജിയോയുടെ ഒപ്റ്റിക്കൽ കേബിളിനകത്ത് മരങ്ങൾ വീണ് നിങ്ങൾക്ക് തടസ്സം നേരിടുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. കാരണം ഇപ്പോൾ ജിയോയിൽ തന്നെ നമുക്കറിയാം സർവീസ് ടെക്നീഷ്യന്മാർ വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർ വരുന്നത് തന്നെ ആൾറെഡി. അങ്ങനെ തന്നെ മാക്സിമം നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. തലയിലും കൈവച്ചുകൊണ്ടിരിക്കുകയാണ് ചില വേളയിലൊക്കെ ജിയോ ഫൈബറിന്റെ സർവീസ് ടെക്നീഷ്യന്റെ കുഴപ്പം കാരണം അവർ പറയും ജസ്റ്റ് ഒരു കേബിൾ എടുത്ത് കുത്തിയാൽ മതിയായിരിക്കും. കഴിഞ്ഞ തവണ ഞാൻ തന്നെ പോസ്റ്റ് വലിച്ച് കയറി ഒരു കേബിൾ എടുത്ത് കുത്തിയിട്ടാണ് എൻ്റെ വീട്ടിലെ ഫൈബർ കണക്ഷൻ വീണ്ടും കിട്ടിയത്. അങ്ങനെ തന്നെ ജിയോ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ എയർ ഫൈബർ ആണ്. എയർ ഫൈബറും ജിയോ ഫൈബറും തമ്മിൽ വ്യത്യാസം ഞാൻ തരുന്നത് അതിനകത്ത് പ്ലാനിനകത്ത് തന്നെ കംപ്ലീറ്റ് മാറ്റങ്ങളുണ്ട്. 399 രൂപയ്ക്ക് 30 MB/s ജിയോ എയർ ഫൈബറിൽ കിട്ടത്തില്ല, നമുക്ക് ജിയോ ഫൈബറിൽ കിട്ടും. ഈ സെയിം പ്ലാൻ തന്നെ ജിയോ എയർ ഫൈബറിൽ പോകുന്നിടത്ത് 599 രൂപ പ്ലസ് GST എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിയും. അതിനാൽ തന്നെ നമ്മൾ ഇരട്ടിയിലധികം ചാർജ് കൊടുക്കേണ്ടി വരും ചില സമയങ്ങളിൽ ജിയോ എയർ ഫൈബറിൽ. അതിനാൽ തന്നെ കമ്പനിക്ക് വലിയ എക്സ്പെൻസും വരുന്നില്ല ജിയോയ്ക്ക്. കാരണം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ചിലവ് വരുന്നില്ല, പുതിയ പോൾ ഇടുന്നതിന്റെ ചിലവ് വരുന്നില്ല, അങ്ങനത്തെ ചിലവുകളൊന്നും വരുന്നില്ല. ജസ്റ്റ് സിഗ്നൽ സ്ട്രെങ്ത് നോക്കിയിട്ട് നമ്മുടെ വീടിന്റെ ഒരു ഭാഗത്ത് നമ്മുടെ ജിയോ ടവറിന്റെ ആഭിമുഖ്യമായിട്ട് കൊണ്ടുവന്ന് ഒരു ആന്റിന പോലത്തെ, അതായത് സിഗ്നൽ സ്വീകരിക്കുന്ന ഒരു ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഒരു റഡാർ പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യും. അതിനകത്ത് തന്നെ സിഗ്നലുകൾ വരും. ആ സിഗ്നലുകൾ നേരെ വന്ന് നമ്മളെ മോഡത്തിലേക്ക് വരും, നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടും. അതാണ് പുതിയ സിസ്റ്റം. അതിനാൽ തന്നെ വീടിന്റെ അടുത്തൂടെ പോള് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ജിയോ ഫൈബർ കണക്ഷൻ കിട്ടത്തില്ല എന്ന് തന്നെ വളരെ താഴ്മയായിട്ട് അറിയിച്ചു കൊള്ളട്ടെ. ബൈ ബൈ.